ഹായ്, ഇതൊരു 30 ഡേയ്സ് റീൽ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. എന്താണ് ഈ 30 ഡേയ്സ് ചലഞ്ച് എന്നല്ലേ? അതായത് നമ്മൾ പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് പല കാര്യങ്ങളും ചെയ്യാനുള്ള മടി. അങ്ങനെ ഒരു മടി എനിക്കും പല കാര്യങ്ങളിലുണ്ട്. ആ മടി ഞാൻ തന്നെ മാറ്റിയെടുക്കാൻ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് 30 ഡേയ്സ് റീൽ ചലഞ്ച്. അതായത് 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റീൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് രാവിലെ ഒരു വെഡ്ഡിങ് വീഡിയോഗ്രാഫി വർക്കിൻ്റെ ആവശ്യത്തിന് പോകേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെ ഇറങ്ങി തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പിൽ കയറി നമ്മുടെ കാറിന് ആവശ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് യാത്ര തുടങ്ങുകയാണ്. നമുക്ക് മലപ്പുറത്തെത്തണം. പറഞ്ഞ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് തന്ന ക്ലയൻറ്റിന് മാക്സിമം ഹാപ്പി ആക്കിയിട്ട് വിടാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ആശാൻ വിജീഷ് നില. ആൾ നല്ല അടിപൊളി ഒരു വീഡിയോഗ്രാഫറാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ ആദ്യം കാണുന്ന ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു ഹോട്ടലിൽ കയറി. അവിടെ കയറി നമ്മൾ ഇരുന്നു ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെയും അവർ തുറന്നിട്ടേ ഉള്ളൂ, കാര്യമായ ഭക്ഷണങ്ങളൊന്നുമില്ല. അങ്ങനെ ആകെ ഈ കാണുന്ന മധുരത്തിലുള്ള കട്ടയും ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുക. കാരണം നമുക്ക് വേഗം എത്തേണ്ടതുണ്ട്. അപ്പോഴേക്കും നമുക്ക് പോവേണ്ട ഫോട്ടോഗ്രാഫറുടെ വണ്ടി കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോഗ്രാഫറുടെ വണ്ടിയിൽ കയറി ഇനി അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം ചെയ്യണം, എങ്ങനെയെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പോണത്. കാരണം നമുക്ക് റിസൾട്ട് എപ്പോഴും അടിപൊളിയായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് വർക്ക് ഇരുന്ന ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമുക്ക് മാക്സിമം ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം. പറഞ്ഞ സമയത്ത് തന്നെ സ്ഥലത്തെത്തി നമ്മുടെ ക്യാമറയും എക്യുപ്മെൻസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചതാണെങ്കിലും നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ജിമ്പൽ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. ജിമ്പലിൻ്റെ ബാലൻസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എല്ലാ പരിപാടികളും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ എല്ലാം കണ്ട് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വിഷ്വൽസ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ തന്നെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഔട്ട്പുട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് സ്റ്റാറ്റസ് ഇടാനും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രൈ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ ആ വർക്ക് കഴിഞ്ഞു. അടുത്തതായിട്ട് വേറൊരു വർക്കിന് നമുക്ക് കുറച്ച് ലോങ് ഓടിയിട്ട് എത്താനുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ള രീതിക്ക് പോകുമ്പോൾ നമ്മളെ ചതിച്ചുകൊണ്ട് നമ്മുടെ റോഡിൻ്റെ ബ്ലോക്കുകളെല്ലാം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ബ്ലോക്കുകളെല്ലാം മനസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ്, അതിന് കണക്കാക്കി തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളൊക്കെ എന്നാലും പാർട്ടിയുടെ അടുത്ത് കറക്റ്റ് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് മാക്സിമം ബ്ലോക്കെല്ലാം അവോയ്ഡ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഒരു ഗ്രാൻഡായിട്ടുള്ള നല്ലൊരു വെഡ്ഡിങ് ഈവനിങ് ഫംഗ്ഷനാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാമായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു. അങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് കാറിലെ സമയം വന്ന് നോക്കുമ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ട്. അടുത്ത ദിവസം, അതായത് നാളെ വേറൊരു വർക്കിന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി റിലാക്സ് ആൻഡ് റിപ്പീറ്റ്.